രാവിലെ വീഡിയോ എടുക്കാൻ വന്നാക്കണം. അപ്പോൾ അതേ അഴീക്കോട് നമുക്ക് അവിടെ ചെറിയ മഞ്ഞ് കാണുന്നുണ്ട്, പുകയായിട്ട് നിൽക്കണം. അവിടെ കാണാൻ പറ്റുന്ന അഴീക്കോട്. പിന്നെ അതേ ചീനവല്ലകളിലെ പണികളൊന്നും ആരും തുടങ്ങിയിട്ടില്ല. എല്ലാവരും ചീനവല്ലാരും പൊക്കിയിട്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു അന്തരീക്ഷമാണെന്ന്. അവിടെ പനീർ റോസയമ്മ പൂവുണ്ടായിക്കുന്നുണ്ട്. പനീർ റോസയമ്മ 5-6 പൂവുണ്ടായിക്കുന്നുണ്ട്. മുട്ടിഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതും എന്തോ ഒരു അസുഖം ബാധിക്കേണ്ടേന്. എന്താണ് അപ്പം അപ്പുറത്ത് വല വലിക്കണ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ പറയുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ പോയല്ല എന്ന് പറയാണ്. നമ്മുടെ ചെടികളൊക്കെ ഉപ്പുള്ളം കയറിയപ്പോൾ പോയല്ല എന്ന് പറയാണ്. പോയെങ്കിലും എന്തേ ഒരു വഴി തന്നെ നിൽക്കണുണ്ടോ. എന്ത് ചെയ്യാൻ പറ്റും, പോണത് പോട്ടെ. ഇപ്പം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല. പിന്നെ നമ്മുടെ കടലാസ് വരുമ്പോൾ പൂവുണ്ടായിരിക്കണം. പിന്നെ അത് ഇഷ്ട കളറായ കടലാസ് ചെടി പോകണമില്ല. അതുപോലത്തെ ആദ്യത്തെ പൂവാണ്. അതേ പൂ വിരിഞ്ഞു എന്നുള്ളത്. നമ്മുടെ വെണ്ടയും പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടായത് രാവിലെ വന്ന് ചേട്ടൻ വന്ന് പൊട്ടിച്ചെടുത്ത്. അത് കാണിച്ചില്ല. പിന്നെ വഴുതനങ്ങ മൂത്തടക്കുണ്ട്, അതൊന്ന് പൊട്ടിക്കണം. പിന്നെ അത് ഈ പുല്ല് ഇവിടെ കാട് പിടിച്ചിട്ടുണ്ട്. കാട് പിടിച്ചിട്ടില്ല, കുറച്ച് നിൽക്കേണ്ടത്. അതൊന്ന് കളയട്ടെ കേട്ടോ. ഇത് കൂടുതലായി കഴിഞ്ഞാൽ കാട് പോലെ ആകും. ഇവിടെ ചീരത്തൈ ഇട്ടണമെങ്കിൽ നടണമെന്നുണ്ട് എനിക്ക്. ചീര ഇട്ട് മുളയ്ക്കണമെങ്കിൽ ഇവിടെ ഇത്തിരി നല്ല മണ്ണിളക്കമുള്ള മണ്ണാണിത്. ഇവിടെ ഉപ്പുള്ള അങ്ങനെ കയറണില്ല. ഉപ്പുള്ളത്തിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടണമല്ലോ. ഇത് മുളക്കും. എനിക്ക് ചീരത്തൈ എപ്പോഴും മുളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. കപ്പത്തൈ വളക്കണുണ്ട് അതിലൂടെയൊക്കെ. പക്ഷേ ഇത് ബലിയിലാത്ത കപ്പയാണ്. അത് കളയട്ടെ. ഇവിടെ ഈ സൈഡിൽ നേരത്തെ ഇങ്ങനെ ചട്ടിയിലാക്കി ഇവിടെ ചുവന്ന ചീര വെച്ചുപിടിച്ചിട്ടുണ്ട്. ചട്ടിയിലല്ല, ഗ്രോ ബാഗിൽ. അത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ചട്ടിയിൽ മാത്രമല്ല, പിന്നെ മണ്ണിലും പറമ്പിൻ്റെ കിഴക്കേ സൈഡിൽ മണ്ണിലൊക്കെ വെച്ചുപിടിച്ചിട്ടുണ്ട്. പിന്നെ മഴ വെള്ളം വന്നപ്പോഴാണ് അത് പോയത്. ഇപ്പോൾ 2 കൊല്ലത്തിനപ്പുറം ഉണ്ടായി. ഇപ്പോഴൊന്നുമില്ല. ചീര ഇങ്ങനെ കവറിൽ വെക്കണേലും നല്ലത് ചീര ഇങ്ങനെ താഴത്ത് വെക്കണം. അപ്പോൾ അധികം ഉണ്ടാവും സാധനത്തിന്. ഒരുവിധം ക്ലീനായിട്ടുണ്ട്, കുറച്ചൊക്കെ ഒന്ന് ക്ലീനായിട്ടുണ്ട്. ഇതൊക്കെ പറിച്ച് സംഗതികളാണ്. ഇവിടെയൊക്കെ പുല്ല് പറിച്ചിട്ട് തന്നെ കിടക്കണത്. ചീര വിത്ത് വെറുതെ കൊണ്ടുപോയി വെതറിയിട്ട് നോക്കണം. അവിടുത്തെ ചീര വിത്ത് അതുമ്പോൾ മൂത്തിട്ടുണ്ടെന്നറിയില്ല. ആ ചീര വിത്ത് അതുമ്പോൾ മൂത്തിട്ടുണ്ടാന്ന് നോക്കട്ടെ. എന്നിട്ട് ഇത് കൊണ്ട് പാകാൻ നോക്കാം. കണ്ടത് ഇതാണ് ചീര വിത്ത് എന്ന് പറഞ്ഞു. മൂത്തിട്ടുണ്ടാന്നറിയില്ല. ഇത് സംഗതി ഉണങ്ങിപ്പോയി. എന്തായാലും വിത്ത് അരി പോലെ ഉണ്ടാകുന്നറിയില്ല. ഇതൊന്നും ഇല്ലെന്നോണിത്. കറുത്ത സംഗതി തന്നില്ല. ആ വിത്തിൻ്റെ സംഗതി ഇതിലോട്ട് വന്നില്ല. വെറുതെ ഇത് മാത്രമുള്ളെന്നാണിത്. ഇതിടാൻ പറ്റില്ല. വേറെ വിത്ത് എവിടെ നിന്നെങ്കിലും
അതെ, നമ്മൾ വേറെ വിത്ത് മേടിച്ചിട്ട് മുളക്കണില്ല. ഞാൻ ആ വഴുതനങ്ങ എടുക്കട്ടെ. ചീര വിത്ത് പാകാന്ന് ഓർത്തിട്ട് അത് നല്ല വിത്തല്ല, അത് പാകിയിട്ട് കാര്യമില്ല. വഴുതനങ്ങ കണ്ട, വഴുതനങ്ങ ഒരു വലുതായിക്കണത്, ഇതെടുക്കട്ടെ. പിന്നെ വഴുതനങ്ങ ഇതിലൊരെണ്ണം വലുതായിക്കണത്, രണ്ടും എടുക്കട്ടെ. 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് പച്ചമുളകുണ്ട്, കൊത്തമര പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വിളവെടുപ്പുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യത്തിന് കിട്ടും. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലാണെങ്കിലും എന്തെങ്കിലും നമുക്ക് കിട്ടും. കോവക്ക തന്നെ എല്ലാ ദിവസവും ഉണ്ടാവും. ഇപ്പം തന്നെ പച്ചക്കറി ആയില്ല. പിന്നെ വിഷമടിക്കാത്ത പച്ചമുളക്, ഇതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ 3-4 വെണ്ടൊക്കെ അവിടെ ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ വാഴയുടെ തടമൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ദിവസവും ഇളക്കി കൊടുക്കും. മിക്ക ദിവസം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. റോബസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. റോബസ്റ്റ് എന്ന് വെച്ചാൽ ടിഷ്യൂ ആയിരുന്നു. നമുക്ക് വലിയ ഇതൊന്നും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കില്ല. മണ്ണിളക്കി ഒരു വിധം വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കേണ്ട സംഗതി. ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ബാക്കി എല്ലാത്തിനും വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വാഴക്ക് മാത്രം വെള്ളം ഒഴിക്കാത്തുള്ളൂ. എനിക്ക് വെള്ളം ഒഴിക്കട്ടെ. ഇങ്ങനെ ആ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. ഈ പാത്രം അങ്ങനെ തന്നെ കമത്തിയാണ് ചെയ്യുന്നത്. പിന്നെ ചെറുതിനെ കണ്ട അലഞ്ഞിടക്കുണ്ട് ഇവിടെ. വാഴ ഇങ്ങനെ പിടിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണ് നമുക്ക്. പിന്നെ ഇത്തിരി വളമിട്ട് കൊടുക്കണം. വളം പിന്നെ ഒരു ദിവസം ഇട്ട് കൊടുക്കാം. ചാണകമുള്ള ഇത്തിരി ഒഴിച്ച് കൊടുക്കണം ഒരു ദിവസം. കലക്കി വെച്ച് നേരത്തെ വെക്കണമെന്നല്ല, രാവിലെ വന്ന് എനിക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ കേട്ടോ. അപ്പോൾ നിർത്താനില്ല, ഞാൻ എടുത്തു വെച്ചാൽ ഇതൊക്കെ കാണിക്കാം. കൊത്തമരയല്ല, വെണ്ടയ്ക്കയും പച്ചമുളകും വഴുതനങ്ങയും അതുകൊണ്ട് കാണിച്ചിട്ട് നിർത്തിയാണ്. 3 വെണ്ടയ്ക്കയുണ്ട്, കുറച്ച് പച്ചമുളക്, 2-3 വെണ്ടയ്ക്ക, ഒരു വഴുതനങ്ങ, പിന്നെ കോവക്ക. നമുക്ക് എന്തെങ്കിലും കറിക്കുള്ളത് നമുക്ക് കിട്ടും. കുറച്ചൊക്കെ നട്ട് കഴിഞ്ഞാൽ അധികം ബുദ്ധിമുട്ടില്ല ചെയ്യണമെന്നായിട്ട്. പിന്നെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.